ഹലോ എവരി വൺ, ഐവിത്ത് ജേണിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. വളരെ നാളുകളായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പം ആഫ്റ്റർ ലോങ് ബ്രേക്കിന് ശേഷം ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് 2-2.5 മാസമായി. അപ്പോൾ എന്നാലും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഓക്കെ എന്ന് പറയാനായിട്ടില്ല. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. പിന്നെ എനിക്ക് പഴയ പോലെ വീഡിയോ ഒക്കെ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടി കൂടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഡെലിവറി സ്റ്റോറിയാണ്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഡെലിവറി സ്റ്റോറി പറയുമ്പം പ്രഗ്നൻസി സ്റ്റോറി പറയേണ്ടതാണ്, എന്നാലും അതിന് പിന്നീട് ചെയ്യാം. എന്നാലും എൻ്റെ 30 വീക്സ് തൊട്ടെങ്കിലും പറയേണ്ടതാണ്, എന്നാലാണ് അതൊരു പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ. അപ്പം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ എൻ്റെ 28 വീക്കിൻ്റെ 7-ാം മാസത്തെ സ്കാനിങ് നമ്മൾ കഴിഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെയൊക്കെ വീട്ടിലേക്ക് സന്തോഷമൊക്കെ ആയിട്ടൊക്കെ വന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒരു ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണ്ട, പക്ഷേ ഒന്ന് ചെക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ യൂഷ്വലി എൻ്റെ പ്രഗ്നൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കില്ലാത്ത ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയാം. അപ്പോൾ അങ്ങനെ സ്ഥിരം എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് തന്നെയല്ലേ, അപ്പോൾ അതിങ്ങനെ വരും പോവും. ഞാനിങ്ങനെ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും മൈൻഡ് ആക്കാണ്ടിങ്ങനെ നടന്നു തുടങ്ങി. അപ്പോൾ ഒരു ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായ വയറിന് ഭയങ്കര വേദന. അപ്പോൾ എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നം നന്നായിട്ടുണ്ടായിരുന്നു. വയറ് വീർക്കുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ വയറങ്ങനെ ടൈറ്റായിട്ട് എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ രാത്രി ഉറങ്ങാൻ പറ്റുന്നു. ഞാൻ എഴുന്നേറ്റ് നടക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും റോന്തിയിട്ടുന്നു. പിന്നെ എനിക്ക് ബാത്റൂമിൽ പോകുന്നുണ്ട്, ഞാൻ ബാത്റൂമിൽ പോകുന്നുണ്ട്, വയറ് വേദന എടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെയും വന്ന് കിടക്കും, അങ്ങനെ നടക്കുന്നു. അങ്ങനെ ആയപ്പോഴത്തേക്കും പിന്നെ ലാസ്റ്റ് പിന്നെ എപ്പോഴേക്കോ ഞാൻ എങ്ങനെയൊക്കെയോ ഉറങ്ങി. അപ്പോൾ അങ്ങനെ കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ശരീരം മൊത്തം വേദന. അപ്പോൾ എനിക്കാണെങ്കിൽ നടക്കാൻ പോലും വയ്യ കേട്ടോ. ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പം എനിക്ക് സ്ഥിരം ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. ഗ്യാസ് ഭയങ്കരമായിട്ട് വയറ് ടൈറ്റായി കഴിയുമ്പോൾ ഉള്ള വേദന അങ്ങനെയാണെന്ന് തന്നെ ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഞാനങ്ങനെ അന്ന് ദിവസം കഴിഞ്ഞു. അത് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും ചെറിയൊരു വേദന കേട്ടോ, ചെറുതായിട്ടുള്ളൂ. പിന്നെ രാവിലെ എഴുന്നേറ്റപ്പോൾ ചെറിയ എന്തൊക്കെയോ അസ്വസ്ഥതകൾ. അപ്പോൾ ഹസ്ബൻഡ് അപ്പം എന്നോട് പറഞ്ഞു, എന്തായാലും ഞാൻ ലീവാണ്, നമുക്ക് വെറുതെ ഒന്ന് പോയി നോക്കാം, എന്തുണ്ടെങ്കിലും വരണം എന്നാണ് പറഞ്ഞേക്കണല്ലോ, അപ്പോൾ പോയി ഒന്ന് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രാവിലെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എനിക്ക് അന്ന് വലിയ ഇതൊന്നുമില്ല കേട്ടോ, ഹോസ്പിറ്റലിൽ പോകണമെന്ന് വലിയ ഇതൊന്നുമില്ല, ചുമ്മാ ഒന്ന് പോയിട്ട് വരാം എന്നൊക്കെ വിചാരിച്ചിട്ട് പോവാണ്. അവിടെ ചെന്നു. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഉച്ചയായപ്പോൾ ചെന്നു. അലിശമ്പടത്തിന് ടോക്കൺ തീർന്നു. അലിശമ്പടന്ന് ഉച്ച വരെ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ പറഞ്ഞ് ഇപ്പോൾ ടോക്കൺ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഡോക്ടർ കേസിന് പോയേക്കണായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും അവിടെ അസസ്മെൻറ്റ് റൂമിൽ അവിടെ സിസ്റ്റർ പരിശോധിച്ചു. അവർ ചുമ്മാ ഒന്ന് പരിശോധിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞു കോൺട്രാക്ഷൻസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് അപ്പോൾ പിന്നെ അവർ അലിശമ്പടത്തിന് വിളിച്ചു പറഞ്ഞു. ഞാൻ അലിശമ്പടത്തിന് നേരിട്ട് കണ്ടതില്ല. അപ്പം തന്നെ അലിശമ്പടം പറഞ്ഞു ലേബർ റൂമിലേക്ക് വിട്ടോ. ലേബർ റൂമിൽ പോയി കഴിഞ്ഞിട്ട് CTG എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അന്നാണ് ഞാൻ ആദ്യമായിട്ട് CTG എടുക്കുന്നത്. അപ്പോൾ CTG എടുത്തു. CTGയിൽ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ, ബേബി മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാകുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞത് CTG നോർമലാണെങ്കിൽ ഊണ് കഴിക്കാൻ പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ നോർമലാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോയി ഊണ് കഴിച്ചിട്ട് വരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ മേഡത്തിനെ വിളിച്ച് ചോദിക്കാം. മേഡം പറഞ്ഞു എന്ത് ചെയ്താലും വിടണ്ട, പുറത്തേക്ക് വിടണ്ട, ഭക്ഷണം ലേബർ റൂമിൽ കൊണ്ടുവന്ന് കൊടുത്തോളാൻ പറയും, വിടണ്ട. കാരണം ഇനി അതുപോലൊരു പെയിൻ വന്നു കഴിഞ്ഞാൽ ലേബർ ഇൻഡ്യൂസ് ചെയ്ത് പോകും. അപ്പോൾ അതുകൊണ്ട് എന്നെ ഒരു കാരണവശാലും വിടണ്ട, ലേബർ റൂമിൽ തന്നെ കിടത്തിക്കോളാൻ പറഞ്ഞു. ഉടനടി മാഗ്നീഷ്യം കയറ്റാൻ ഓർഡറായി. അപ്പോൾ ഞങ്ങൾ വെറുതെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാണ്. അപ്പോൾ അവിടുത്തെ സിസ്റ്റർ പറഞ്ഞു എന്തായാലും ഒരു 2-3 ദിവസം കിടക്കേണ്ടി വരും, കാരണം മാഗ്നീഷ്യം കയറ്റണമെങ്കിൽ തന്നെ 24 hour ആണ്. പിന്നെ അതിന് ഇഞ്ചെക്ഷൻസ് ഉണ്ട്. അപ്പോൾ ബേബിയുടെ ലങ്സും ബ്രെയിനും മെച്ചൂർഡ് ആവാനുള്ള ഇഞ്ചെക്ഷൻസ് ഒക്കെ ആയിരുന്നു അത്. അങ്ങനെ ഹസ്ബൻഡ് പോയിട്ട് വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നു. അങ്ങനെ അവിടെ കിടന്നു. തിരിച്ച് വീട്ടിൽ വന്ന് ഊണൊക്കെ കഴിച്ച് വൈകുന്നേരം ഊണ് കഴിച്ചപ്പോൾ പിന്നെയും വയറിന് ഇതുപോലെ തന്നെ കൊളുത്തിപ്പിടുത്തം.
ഒരു കണക്കിന് വൈകുന്നേരം തന്നെ പിടിച്ചിരുന്നു. വൈകുന്നേരം പിന്നെയും ഹോസ്പിറ്റലിൽ പോയി, അവർ പിന്നെയും അഡ്മിറ്റാക്കി. അങ്ങനെ അന്ന് അവിടെ 2 ദിവസം കിടന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തിരിച്ച് ആവശ്യപ്പെടാൻ നോക്കിയപ്പോൾ സർവീസ് ഓപ്പൺ ആയില്ല. വീട്ടിൽ പോയിട്ട് വരാൻ പറഞ്ഞു. 2 ആഴ്ച കഴിയുമ്പോൾ അപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം 30 വീക്സ് കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി, അപ്പോൾ അതുകൊണ്ട് പേടിക്കാനില്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ട് 2 ആഴ്ച കൂടി കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി 32 വീക്സിൽ സ്കാൻ ചെയ്തു. സ്കാനിങ് എടുത്തു. സ്കാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ ഗ്രോത്ത് വിചാരിച്ച വരെ വന്നില്ലായിരുന്നു. അതുവരെ പ്രോപ്പറായിട്ട് പോയിക്കൊണ്ടിരുന്ന ഗ്രോത്ത് അവിടെ വെച്ച് ഒരു ഗ്രോത്തിനൊരു റെസ്ട്രിക്ഷൻ വന്ന പോലെ വന്നിരുന്നു. പക്ഷെ അപ്പോഴും ബ്ലഡ് ഫ്ലോയ്ക്കൊന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല, പക്ഷെ എന്നാലും കുറച്ചൊരു ഡേഞ്ചറിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അഡ്മിറ്റ് ആവാനുള്ള കാര്യങ്ങൾ നോക്കിക്കോളൂ. ഇന്ന് തന്നെ നോക്കണ്ട, പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. പക്ഷേ അപ്പം തന്നെ അനസ്തേഷ്യയുടെ ഫിറ്റ്നസ് വാങ്ങിക്കാനുള്ള കാര്യങ്ങൾ ടെസ്റ്റുകളെല്ലാം ഇപ്പം തന്നെ ചെയ്യണം, ഇന്ന് തന്നെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്ന് ECG എടുത്തു, ബ്ലഡ് ടെസ്റ്റ് കൊടുത്തു, എല്ലാം കൊടുത്തിട്ട് വന്നു. പിന്നെ വന്ന് നമ്മൾ അഡ്മിഷൻ ആവാനുള്ള പരിപാടി നോക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ പോയിട്ട് അഡ്മിറ്റായി. അങ്ങനെ അഡ്മിറ്റായി കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-ാം തീയതി ഞങ്ങൾ അഡ്മിറ്റ് ആവുന്നതെന്ന് പറഞ്ഞാൽ 31-ാം തീയതിയാണ്. ഇനി 5-ാം തീയതി സ്കാനിങ് ഉണ്ട്. 5-ാം തീയതി സ്കാൻ ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം തന്നെ സിസേറിയൻ, അല്ലെങ്കിൽ 6-ാം തീയതി സിസേറിയൻ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞ് അങ്ങനെ അഡ്മിഷനായി. അത് അഡ്മിറ്റ് ആകുമ്പോൾ എല്ലാ ദിവസവും CTG എടുക്കാൻ പോകണം. ലെവറിൽ പോവാം, CTG എടുക്കുക. പിന്നെ രാവിലെയും വൈകിട്ടും അവർ ഫിറ്റൽ മൂവ്മെൻറ്റ് ഹാർട്ട് ബീറ്റൊക്കെ നോക്കും. അങ്ങനെ തന്നെ പരിപാടി. 5-ാം തീയതി സ്കാനിങ് ആണ്. അത് നമ്മൾ അടുത്ത എപ്പിസോഡായിട്ട് പറയാം. കാരണം എനിക്കിപ്പോഴും ചെറിയ തൊണ്ടയ്ക്ക് പ്രശ്നമുണ്ട് കേട്ടോ. കണ്ടിന്യൂസ് സംസാരിക്കുമ്പോൾ ചെറിയൊരു പ്രശ്നം, ഇപ്പോഴും അത് കംപ്ലീറ്റ് വിട്ടുമാറിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ നമ്മൾ എൻ്റെ 32 വീക്സിലാണ് ഞാൻ അഡ്മിറ്റ് ആവുന്നത്. അത് കഴിഞ്ഞ് 5-ാം തീയതി സ്കാൻ. 30 വീക്സ് തുടങ്ങി. 30 വീക്സ് അല്ല, അതിനേക്കാട്ടും മുമ്പ് എനിക്ക് കോൺട്രാക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചത് ഗ്യാസിൻ്റെ പ്രശ്നമാണ് എന്ന് വിചാരിച്ചിട്ട് മനസ്സിലാക്കാതിരുന്നതാണ്. സത്യം പറഞ്ഞാൽ അന്ന് രാത്രി എനിക്ക് പ്രസവിക്കാതിരുന്ന എൻ്റെ ഭാഗ്യം. ലേബർ പെയിൻ ആണെന്ന് എനിക്കൊന്നും മനസ്സിലായില്ലായിരുന്നു. നമ്മളിങ്ങനെ നടന്നിട്ട് ഇവിടെ കിടന്നുറങ്ങുകയാണ് ചെയ്തത്. അതിന് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ പോയത്. ഞാൻ ചെയ്തൊരു മണ്ടത്തരമായി പോയി പിന്നീട് എനിക്ക് മനസ്സിലായി. അപ്പോൾ എല്ലാവർക്കും അതൊരു അവയർനെസ്സിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞത്. അപ്പോൾ ഇനി 5-ാം തീയതി സ്കാനിങ്ങിൽ എന്താണ് പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടിയിട്ട്, എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മളിങ്ങനെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലം ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സഹായിച്ച എല്ലാവർക്കും, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.